ഇവിടെ ഇരിക്കുന്ന പല പാരൻസിനും നമ്മുടെ കുട്ടികളെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഡോക്ടറാക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. കാരണം ജ്യേഷ്ഠത്തിയുടെ മകൻ ഡോക്ടറാണ്, സിസ്റ്ററുടെ മകൻ അല്ലെങ്കിൽ കസിൻ സിസ്റ്ററുടെ മകൾ ഒക്കെ ഡോക്ടേഴ്സാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എൻ്റെ മകനെ ഒന്ന് ഡോക്ടറാക്കണമെന്ന് ആഗ്രഹം പലർക്കും ഉണ്ടാവും. അങ്ങനെ MBBS കഴിഞ്ഞിട്ടുള്ള പല ആളുകളും ഇന്ന് കാഷ്വാലിറ്റിയിൽ കിടന്ന് തിരിയുന്നു, PG പോലും കഴിയാതെ. ഞാൻ അവരെ കുറക്കുകയല്ല. മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഹൈലി റെപ്യൂട്ടഡാണ്, ലോകതലത്തിൽ തന്നെ ഏറ്റവും ഉന്നതമായ ഒരു കരിയറുമാണ്. പക്ഷെ അത് ചെയ്യേണ്ടവരെ ചെയ്യാവൂ. ഞാൻ 1-2 വേദികളിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കുട്ടിയുടെ പേര്, അത് വീണ്ടും ഇവിടെ പറയാൻ നിങ്ങളെന്നെ അനുവദിക്കണം. കൈസ് എന്നാണ് അവൻ്റെ പേര്. കേരളം കണ്ട ഏറ്റവും നല്ലൊരു വിദ്യാർത്ഥി, നിങ്ങളെപ്പോലെ എല്ലാറ്റിലും A+ എടുത്ത കുട്ടി. ഉമ്മക്കാഗ്രഹം അവനെ ഡോക്ടറാക്കണമെന്ന്, വാപ്പക്ക് അതിലേറെ ആഗ്രഹം. ഉമ്മക്ക് ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ വാപ്പക്കതൊരു വാശിയായിരുന്നു. ആ വാശി കയറി തൻ്റെ കുടുംബത്തിലെ ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതനായ ഒരു ഡോക്ടറായി എൻ്റെ മകൻ മാറണമെന്ന് കൈസിൻ്റെ പിതാവ് ചിന്തിച്ചു. കേരളത്തിൽ നടന്ന കഥയാണ്, കുറേ ദൂരമൊന്നുമല്ല, മീൻസ് നമ്മുടെ നാട്ടിലാണ്. അങ്ങനെ മാത്സിൽ അതീവ കഴിവുള്ള കുട്ടി, മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ലോജിക്കുള്ള കുട്ടികൾക്ക്, മാത്തമാറ്റിക്കൽ ലോജിക് എന്ന് പറഞ്ഞാൽ പ്രത്യേക ലോജിക്കാണത്. ആ പ്രത്യേക ലോജിക്കുള്ള കുട്ടിയായിരുന്നു സത്യത്തിൽ കൈസ്. അവൻ്റെ ആഗ്രഹം JEE എഴുതി NITയിൽ എത്തണമെന്നാണ്. കാരണം NITയിൽ ഞാൻ പോകാറുണ്ട്. NITയുടെ സത്യത്തിൽ അവിടുത്തെ ലൈബ്രറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു 4-5 വർഷം മുമ്പ് അവിടെ എഴുതി വെച്ച വാക്ക് ഇങ്ങനെയാണ്: പ്ലേ വിത്ത് മാത്സ്. മാത്സ് അറിയണമെന്നല്ല, പ്ലേ വിത്ത് മാത്സ്. ശരിക്കും കണക്ക് കൊണ്ട് കളിക്കണമെന്നാണ്. തങ്ങൾക്കുള്ള ഏകദേശം 60ഓളം പേപ്പറിൽ 54ഉം മാത്തമാറ്റിക്സാണ്. അതുകൊണ്ട് അത്രയും കപ്പാസിറ്റിയുള്ള ഒരു കുട്ടിയായിരുന്നു കൈസ്. അവൻ സ്വപ്നം കണ്ടത് JEE ആയിരുന്നു, IIT ആയിരുന്നു. പക്ഷേ പിതാവ് നിഷ്കർഷിച്ചത്, അവനോട് പറഞ്ഞത്, നീ എന്തായാലും ഡോക്ടറാകണമെന്ന്. അങ്ങനെ കേരളത്തിലെ ഉന്നതമായ ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ അവനെ കൊണ്ടുപോയി ചേർക്കുന്നു. ദയവ് ചെയ്ത് എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത്, കാർക്കശ്യത്തിൻ്റെ ഭാഷയല്ല, സാധാരണ ഭാഷയായിട്ട് പറഞ്ഞോട്ടെ, ഒരിക്കലും കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ സ്വന്തം തീരുമാനമെടുക്കരുത്. കാരണം കുട്ടികൾ ഓരോരുത്തരും ഇൻഡിവിജ്വലാണ്, അവരവരുടേതായ പേഴ്സണാലിറ്റി ഉള്ളവരാണ്. നമുക്കവർ കുട്ടികളായിരിക്കാം, പക്ഷെ ഒരിക്കലും ഒരു കുട്ടിയുടെ കാര്യത്തിൽ 100% 100% നമ്മൾ തീരുമാനമെടുക്കരുത്. കാരണം ആ കുട്ടിക്ക് അറിയൂ തനിക്കറിയാവുന്ന സബ്ജക്റ്റ് ഏതാണ്, തനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാണ്, തനിക്ക് സ്കില്ലുള്ള സബ്ജക്റ്റ് ഏതാണ്, തനിക്ക് പാഷനുള്ള സബ്ജക്റ്റ് ഏതാണ്. സ്കില്ലുള്ള സബ്ജക്റ്റിൽ പാഷൻ ഉണ്ടാകണമെന്നില്ല. ഇപ്പോൾ പല ആൾക്കാർക്ക് ഇതിൽ തന്നെ കുറേ ആളുകൾ എന്നെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടാകില്ല. ഞാൻ എന്നെ വലിയ സംഭവമാക്കി പറയല്ല, പലർക്കും പരിഭവമുണ്ട് കൗൺസിലിങ്ങിന് നിന്ന് കൊടുക്കാത്തത്. കേരളത്തിൽ അത്യാവശ്യം അറിയപ്പെടുന്നൊരു കൗൺസിലറാണ്. പക്ഷേ ഇപ്പം ഞാനത് ചെയ്യാത്തത്, എനിക്കതിൽ സ്കില്ലുണ്ടെന്ന് ആളുകൾ വിശ്വസിക്കുന്നു, പക്ഷേ എനിക്കതിൽ പാഷനില്ല. ഒരാളുടെ വിഷയം 1.5 മണിക്കൂർ ഇരുന്ന് കേൾക്കാൻ എനിക്കാകില്ല, അതുകൊണ്ടാണ് പ്രശ്നം. അതുകൊണ്ട് നമുക്ക് സ്കില്ലുണ്ട് എന്നതുകൊണ്ട് അതിൽ പാഷനുണ്ട് എന്ന് നമുക്ക് അർത്ഥമില്ല. അപ്പോൾ കുട്ടിക്ക് ഏതിലാണ് സ്കില്ലുള്ളത്, ഏതിലാണ് പാഷനുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് അവൻ അല്ലെങ്കിൽ അവൾ സ്വയമേവ തിരഞ്ഞെടുക്കേണ്ട പേരാണ് കരിയർ. പക്ഷേ ആ കുട്ടി സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യണമെന്ന് മാത്രം. സുഹൃത്തുക്കൾക്ക് വേണ്ടി ഏതെങ്കിലും കോഴ്സിന് പോയി ചേരുന്നവരല്ല നമ്മൾ. കാരണം ഏകദേശം ഒരു 10th കൂടിയിട്ട് നമ്മൾ സുഹൃത്തുക്കളോടുമല്ലേ കോഴ്സിൻ്റെ കാര്യത്തിൽ വിട പറയണം. അല്ലാതെ ഐഷ ഇന്നതിന് പോകുന്നു, നൗഷി ഇന്നതിന് പോകുന്നു, ജയരാജ് ഇന്നതിന് പോകുന്നു എന്നും പറഞ്ഞിട്ട് നമ്മളതിന് പോകാൻ പാടില്ല. കാരണം ഓരോ കുട്ടിയുടെയും സ്കില്ല് വേറെയാണ്, ഓരോ കുട്ടിയുടെയും ആപ്റ്റിറ്റ്യൂഡ് വേറെയാണ്. നെട്ടിപ്പരത്തി സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട്, കാരണം സമയം കുറേ കഴിഞ്ഞതുകൊണ്ട് ചുരുക്കി പറയാം. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ കുട്ടികളും കൈസിനെ ഒന്ന് ഉദാഹരിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. കൈസ് അങ്ങനെ പോയി ചേർന്നത് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ക്യാമ്പസിലാണ്, അഥവാ എൻട്രൻസ് ഓറിയൻറ്റേഷന്. പക്ഷേ ഗംഭീരമായിട്ട് പൊട്ടി. കാരണം ബയോ അവന് ഇഷ്ടമല്ല. ബയോളജിക്കൽ സബ്ജക്റ്റിനേക്കാളും അതിൻ്റെ അനാട്ടമിയും ബോട്ടണിയും ഒക്കെ പഠിക്കുന്നതിനേക്കാൾ അവനിഷ്ടം ഏറ്റവും ശക്തമായി മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി റിലേറ്റഡാണ്. ഏതായിരുന്നാലും അവൻ ഗംഭീരമായിട്ട് ആദ്യത്തെ തവണ പൊട്ടി, വലിയ നിരാശയിലായി. അങ്ങനെ ആവശ്യപ്പെട്ടു, ഇനി ഞാൻ നീറ്റ് എഴുതിക്കോട്ടെ എന്ന്. 1 വർഷം പിതാവിന് വേണ്ടി മെനക്കെട്ടു, അടുത്ത വർഷം ഞാൻ നീറ്റ് എഴുതിക്കോട്ടെ എന്നവൻ ആവശ്യപ്പെട്ടു. അങ്ങനെ നീറ്റിന് വേണ്ടി ചേർക്കാൻ ഉമ്മ പറഞ്ഞെങ്കിലും,
പക്ഷേ പിതാവ് അതിൽ തന്നെ വാശി പിടിച്ചു. നീ ഒന്നുകൂടി എഴുതിയാൽ എന്തായാലും കിട്ടുമെന്ന്. അവസാനം പിതാവിൻ്റെ വാശിക്കൊതുങ്ങി അവൻ വീണ്ടും എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിലേക്ക്. രണ്ടാമത്തെ ദിവസം കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും വന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, തൻ്റെ വെയിൻസ് അറുത്ത് കയ്യിൻ്റെ ഞരമ്പറുത്ത് അവൻ ആശുപത്രിയിലായി. കാരണം തനിക്ക് ഇഷ്ടപ്പെട്ട മാത്സിനോട് വിട പറയാൻ പറയുന്ന പിതാവ്. അവസാനം അവൻ ആശുപത്രിയിലായി. ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ICU, നമുക്കറിയാം ഇൻറ്റൻസീവ് കെയർ യൂണിറ്റാണ്. ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് എല്ലാവർക്കും കയറി ചെല്ലാൻ കഴിയില്ല, പക്ഷേ പിതാവിന് കഴിയും. അങ്ങനെ പിതാവ് അതിൻ്റെ അകത്തേക്ക് കയറി മകനൊന്ന് ആശ്വാസത്തോടു കൂടി നോക്കിയപ്പോൾ പിതാവ് പറഞ്ഞത്, പത്രങ്ങൾ എഴുതിയത് അങ്ങനെ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് പറഞ്ഞത് സാരമില്ല, നീ എഞ്ചിനീയറിങ്ങിന് പോയിക്കോ എന്നതല്ല, JEEക്ക് പ്രിപ്പയർ ചെയ്തു എന്നതല്ല. ആ പിതാവ് വീണ്ടും വാശിയോടുകൂടി പറഞ്ഞത്, നീ ഞരമ്പറുത്താലും കഴുത്തറുത്താലും നീറ്റെഴുതിയേ പറ്റൂ എന്നാണ്. പിതാവിൻ്റെ വല്ലാത്ത വാശിയായിരുന്നു. അന്ന് രാത്രിയിലാണ് കേരളക്കരയെ അന്തിപ്പിച്ചുകൊണ്ട് ഞെട്ടിച്ചുകൊണ്ട് ആശുപത്രിയുടെ 6ാമത്തെ നിലയിൽ നിന്ന് കൈസ് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തത്. അവൻ ഡോക്ടറുമായില്ല, അവൻ എഞ്ചിനീയറുമായില്ല. ഇത് കേരളത്തിൽ നടന്ന സംഭവമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കൾ, എന്നെപ്പോലത്തെ രക്ഷിതാക്കളുണ്ടാവും. ഒന്നുകിൽ നമ്മളൊന്ന് ഡിസൈൻ ചെയ്താൽ കാലിബ്രേഷൻ എന്താണെന്ന് നമുക്കറിയാൻ പറ്റണം. എന്താണ് കാലിബ്രേഷൻ? നമുക്ക് നമ്മുടെ കുട്ടികൾക്കില്ലാത്ത സ്കില്ലുകളെ പുറത്തുനിന്ന് ആവാഹിച്ചെടുക്കുന്ന സൈക്കോളജിക്കൽ മെത്തേഡിൻ്റെ പേരാണ് കാലിബ്രേഷൻ. ഇപ്പം എൻ്റെ മക്കൾ പഠിക്കുന്നത് ബിസിനസ്സിനാണ്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ബിസിനസ് മാത്രം പഠിച്ചാൽ മതി എന്ന്. കാരണം കാലിബ്രേഷൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതറിയാത്തിടത്തോളം കാലം നമ്മൾ നമ്മുടെ കുട്ടികളെ നമുക്കിഷ്ടമുള്ളിടത്തേക്ക് വിടരുത്. കാലിബ്രേഷൻ തന്നെ 100% ഫിറ്റല്ല. എന്നാൽ കുട്ടികളെ ആ ഒരു മേഖലയിൽ പഠിപ്പിച്ച് അതിലെത്തിക്കുക എന്നൊരു കാലിബ്രേഷനുണ്ട്. ആക്സിലറേഷൻ വേറെയാണ്, കാലിബ്രേഷൻ വേറെയാണ്. നമുക്കില്ലാത്തൊരു സാധനത്തിനെ കൊണ്ടുവന്ന് കാലിബ്രേറ്റ് ചെയ്യാൻ നമുക്കുള്ളൊരു സ്കില്ലിനെ വീണ്ടും ആക്സിലറേറ്റ് ചെയ്യാൻ നമുക്ക്. ഉദാഹരണത്തിന് ഇവിടെ പബ്ലിക് സ്പീക്കിംഗ് അറിയാത്ത ഒരാൾ ഇവിടെ നിന്നിട്ട് സ്പീച്ച് ചെയ്യുമ്പോൾ വലിയ പ്രയാസം തോന്നും. കാരണം ആ കുട്ടിക്ക് ഇല്ലാത്തൊരു സ്കില്ലാണ്. പക്ഷേ നിരന്തരമായി ചെയ്ത് കാലിബ്രേറ്റ് ചെയ്തിട്ട് അതുണ്ടാക്കാം. എന്നാൽ പ്രഭാഷകനായ ഒരാൾ കാലങ്ങളിലൂടെ വീണ്ടും അതിനെ അതിജയിച്ച് വീണ്ടും അതിമനോഹരമായി പ്രസംഗിക്കുമ്പോൾ അത് ആക്സിലറേഷനാണ്. ഞാൻ പറയുന്നത്, നമ്മുടെ കുട്ടികളുടെ സ്കില്ല് ഏതാണെന്ന് കൃത്യമായി നമ്മൾ അറിയണം. നമ്മുടെ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് ഏതാണെന്ന് അറിയണം. അതറിയാത്തിടത്തോളം കാലം കുട്ടികളും ഒരു വേഗിലായിരിക്കും, നമ്മളും അതിലായിരിക്കും. ഇന്ന് കേരളക്കരയിൽ അധികമൊന്നും ചർച്ചയല്ല ഇത്. നിങ്ങൾ പുറത്തു പോയാൽ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ടോപ്പ് സ്കൂൾ സിസ്റ്റം ഞാൻ കണ്ടിട്ടുള്ളത് ഒന്ന് ഫിൻലാൻഡിലും അതേപോലെ തന്നെ ഒന്ന് ജപ്പാനിലുമാണ്. ജപ്പാൻ്റെയും ഫിൻലാൻഡിൻ്റെയും സ്കൂൾ സിസ്റ്റമാണ് ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നു. പക്ഷേ ഫിൻലാൻഡിൻ്റെതാണ് നമ്പർ 1. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. ഞാൻ അവിടെ സഞ്ചരിച്ചിട്ടുണ്ട്. അവിടെ ഒരിടത്തും 10th വരെ എക്സാമിനേഷൻ ഇല്ല. അതാണ് ഫിൻലാൻഡിൻ്റെ പ്രത്യേകത. 10th വരെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ കഴിയില്ല. കാരണം എക്സാം എഴുതിപ്പിച്ചാൽ നിങ്ങൾ A+കാരോടല്ലേ പറഞ്ഞു, ഞാൻ നിങ്ങളെ അനുമോദിക്കാൻ ലാസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട്. കാരണം എന്തുകൊണ്ടാണ് എക്സാം എഴുതിപ്പിക്കാത്തതെന്നറിയോ? ഒരു കുട്ടി 15 എന്ന് പറയുന്ന തൻ്റെ ഏജ് ബാർ എത്തുന്നതിന് മുമ്പേ റെഫറൻസ് സ്കില്ലും ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനും അനലിറ്റിക്കൽ റീസണിങ്ങും ക്രിട്ടിക്കൽ ഇവാലുവേഷനും സ്ട്രാറ്റജിക്കൽ ടൂൾസും ഡിസിഷൻ മേക്കിംഗ് സ്കിൽസും 7 സ്കിൽസ് സെറ്റ് 7 എന്ന് പറയും, അതിലേക്ക് എത്തേണ്ടതുണ്ട്. അതിലിടയ്ക്ക് എക്സാം കൊടുത്താൽ ഈ സ്കില്ലുകളെല്ലാം നഷ്ടപ്പെടുമെന്നാണ് ഫിൻലാൻഡിൻ്റെ വിശ്വാസം. ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. എക്സാം നമ്മളെ ടോപ്പിലേക്ക് എത്തിക്കുമ്പോഴും നമുക്ക് എന്തൊക്കെയോ കുറവുകൾ വരുത്തുന്നു എന്നതാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും ടോപ്പ് സ്കൂൾ സിസ്റ്റം ഫിനിഷ് സ്കൂൾ സിസ്റ്റമാണ്. ഫിനിഷ് സ്കൂൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫിൻലാൻഡിൻ്റെതാണ്. അതിൻ്റെ പ്രത്യേകത എക്സാമിനേഷൻ ഇല്ല. മറ്റൊരു പ്രത്യേകത ദർ ഈസ് നോ റാങ്കിങ് എന്നതാണ്. ഒരിക്കലും കുട്ടികൾ തമ്മിൽ റാങ്കിങ് ഇല്ല. മറ്റൊന്ന് ദർ ഈസ് നോ കമ്പാരിസൺ. ഒരിക്കലും പരസ്പരം കമ്പാരിസൺ ഇല്ല. നിങ്ങൾ ഫിൻലാൻഡിൻ്റെ സെർച്ച് ചെയ്ത് നോക്ക്. ലോകത്തിലെ ഏറ്റവും ടോപ്പ് സ്കൂൾ സിസ്റ്റം US-ലല്ല, ഏറ്റവും ടോപ്പ് സ്കൂൾ സിസ്റ്റം UK-യിലല്ല, ലോകത്തിലെ ഏറ്റവും ടോപ്പ് സ്കൂൾ സിസ്റ്റം ഓസ്ട്രേലിയയിലല്ല, ഫിൻലാൻഡിലാണ്. നമ്പർ 1 സ്കൂൾ സിസ്റ്റം ഇൻ ദിസ് വേൾഡ്. അവിടുത്തെ കാര്യം ഞാൻ ഈ പറയുന്നത്. കാരണം അവിടുത്തെ കുട്ടികൾക്ക് ഒരിക്കലും എന്തില്ല, എക്സാമിനേഷൻ ഇല്ല, റാങ്കിങ് ഇല്ല, A+ എന്ന് പറയുന്ന സാധനമില്ല. എന്തുകൊണ്ടെന്നാൽ എല്ലാ കുട്ടികളെയും ഒരേപോലെ കൺസിഡർ ചെയ്ത്. പക്ഷേ എന്താ ചെയ്യുന്നത്? നിങ്ങൾ വിചാരിക്കും അത് കുറച്ച് ഈസിയാണെന്നാണ് നിങ്ങൾ വിചാരിക്കുക. പക്ഷേ ആ ഈസിനെസ് അല്ല അത്. ഞാൻ പറഞ്ഞത് വളരെ ശ്രദ്ധിച്ച് കേൾക്ക്. ഒരു കുട്ടിയുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അവൻ്റെ വേ ഓഫ് ലേണിംഗ് ഉണ്ടാവും. വേ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹിസ്റ്ററി, മിക്ക കുട്ടികൾക്കും മാത്സ് അറിയുന്ന കുട്ടികൾക്ക് ഹിസ്റ്ററി അത്ര ഇഷ്ടമുണ്ടാകില്ല. നിങ്ങൾ നോക്കിക്കോ. അത് സയൻസിൽ നന്നായിട്ട് പ്രാവീണ്യമുള്ള കുട്ടിക്ക് സോഷ്യോളജിയും ഹിസ്റ്ററിയും അത്ര ഇഷ്ടമുണ്ടാകില്ല. കാരണം എന്തെന്ന് വെച്ചാൽ
അയാളുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് വേറെയാണ്. നോളജ് അക്വയർ ചെയ്യുന്ന മെത്തഡോളജി വേറെയാണ്. അപ്പോൾ ഓരോ കുട്ടിക്കും ഇത് അക്വയർ ചെയ്യാനുള്ള മെത്തേഡുണ്ട്. പക്ഷേ നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിൽ ഒരേ സിസ്റ്റത്തിൽ മാത്രമാണ് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാനതിനെ കുറ്റപ്പെടുത്തല്ല. ഒരേ സിസ്റ്റത്തിൽ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കണം. നേരെ മറിച്ച് നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ജാപ്പാനിലങ്ങനെ പോയവർ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ, മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസുള്ള കുട്ടികളുടെ ഗ്രൂപ്പാണ് ഉണ്ടാക്കുക. എന്നിട്ട് ആ കുട്ടികളെ അതിലൂടെ ഇംബൈബ് ചെയ്യിച്ച് കൊണ്ടുപോകലാണ്. ഇതേപോലെ തന്നെ ഹിസ്റ്ററി എന്ന് പറയുന്ന സാധനം നാച്ചുറൽ ഇൻ്റലിജൻസാണ്. ആ നാച്ചുറൽ ഇൻ്റലിജൻസുള്ള കുട്ടികളെ ക്ലബ്ബാക്കിയിട്ട് അവർക്ക് വേണ്ടുന്ന കരിയർ വേറെ ഡിഫൈൻ ചെയ്യുക. അപ്പം നാച്ചുറലിസ്റ്റിക് ആയിട്ട് പോകുന്ന കുട്ടികൾ വേറെയാണ്, മാത്തമാറ്റിക്കലായിട്ട് പോകുന്ന കുട്ടികൾ വേറെയാണ്, ബയോ ലെവലിൽ പോകുന്ന കുട്ടികൾ വേറെയാണ്. വ്യത്യസ്തമായ ഇൻ്റലിജൻസ് ആയിരിക്കും നമ്മുടെ കുട്ടികൾക്കുണ്ടാവുക. അപ്പോൾ കുട്ടികളുടെ ഇൻ്റലിജൻസിനെ വ്യക്തമാക്കി മനസ്സിലാക്കുന്ന ടെസ്റ്റിൻ്റെ പേരാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ്.